നമസ്കാരം, മറ്റു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് +1 ഇംപ്രൂവ്മെന്റ് അതുപോലെ റെഗുലർ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലെ ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസുകളൊക്കെ പഠിക്കണം. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്റർ 9 മാർക്കാണ് ഈ ചാപ്റ്ററിൽ. ഇതേപോലുള്ള ഒരൊറ്റ ചാപ്റ്റർ ഇത് ഇത്രയും മാർക്ക് വരുന്ന ചാപ്റ്റർ. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിന്റെ ഇമ്പോർട്ടൻസ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് 2 ടോപ്പിക്കാണ് മെയിൻ: ലിമിറ്റ്സും ഡെറിവേറ്റീവ്സും. ലിമിറ്റ്സ് ആ കുട്ടികൾക്ക് ഇത്തിരി പാടായിട്ട് തോന്നുന്നത്, ഡെറിവേറ്റീവ്സ് പിന്നെ ഈസി ആയിട്ടെന്ന് പറയും. പക്ഷെ നമുക്ക് അതല്ല കാര്യം. ഡെറിവേറ്റീവ്സ് ഒക്കെ ഭയങ്കര ടഫ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോഴും നമുക്ക് +1 അത്ര ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ +2 എത്തുമ്പോൾ വലിയ വലിയ ചാപ്റ്ററുകളാണ്. 5 ചാപ്റ്ററാണ് ഇതിന്റെ കണ്ടിന്യൂഷൻ. ഇവനെ നന്നായിട്ട് പഠിച്ചോണം. അതും പ്രത്യേകിച്ച് ലിമിറ്റ്സ് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വർഷത്തെ ഫസ്റ്റ് ചാപ്റ്റർ ഇത്തിരി പാടായിട്ട് മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ കണ്ടിന്യൂറ്റി എന്നുള്ള ടോപ്പിക്കാണ്. അതിനുള്ളിലെ ഫസ്റ്റ് നമുക്ക് ഈ ലിമിറ്റ്സുകളാണ് വേണ്ടത്. അതുകൊണ്ട് ഇവനെ പഠിക്കാതിരിക്കല്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നന്നായിട്ട് പഠിക്കണം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട എക്സ്ട്രാ ക്വസ്റ്റൻസുകളും റിവിഷൻ പാക്കേജും തന്നുള്ള ക്ലാസ്സുകൾ. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട ഫുൾ ഇക്വേഷൻസ് അടങ്ങുന്ന ഒരു ബുക്കിലെറ്റ് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് വീട്ടിലോട്ട് അയച്ചു തരും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലിമിറ്റ് x tends to 1 √(x² - 1 + √(x - 1) ഡിവൈഡഡ് ബൈ √(x² - 1. നമ്മൾ ആദ്യം ഈ എക്സിന്റെ പ്ലേസിലുണ്ട് ഈ 1 കൊടുക്കാം. ഒന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. 1² - 1 അല്ലേ? ഈ 1² - 1 എന്ന് പറയുമ്പോൾ എത്രയായിട്ട് മാറും? 0 അല്ലേ? 1² 1, അപ്പൊ 1 - 1 0 പ്ലസ് √ പിന്നെയും ഇവിടെയും ഈ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 - 1 എത്ര ആവും? 0 ബൈ ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 - 1 എത്ര? 0. എല്ലാം 0 ആണ്. അപ്പം 0/0 എന്ന് പറഞ്ഞ ഫോർമാറ്റിലെത്തി, ഇൻഡിറ്റർമിനേറ്റ് ഫോം. ഇവിടെ വെച്ചാണ് നമ്മൾ ലിമിറ്റിന് വേണ്ടി പുതിയ എന്തെങ്കിലും മെത്തേഡിനെ കുറിച്ച് ഇങ്ങനെ നോക്കുന്നത്. അന്നേരം ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ റൂട്ടിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി റൂട്ടിന്റെ ക്വസ്റ്റ്യൻസിൽ പല രീതികളുണ്ട് കേട്ടോ. റൂട്ടിന്റെ പ്രോബ്ലംസ് വന്നാൽ പല രീതിയുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √(x² - 1). ഈ (x² - 1) നമുക്ക് ഇങ്ങനെ എഴുതാൻ പോലെ x+1 ഇൻറ്റു ആരെന്ന് എഴുതാം? x - 1. ശരിയല്ലയോ? ഈ 1 എന്ന് പറഞ്ഞാൽ 1² എന്ന് വേണമെങ്കിൽ ഒന്ന് കരുതാം. അപ്പൊ ഇതെന്താണ്? a² - b², a + b, a - b, പഴയ ഐഡന്റിറ്റി. ഓക്കെ, പ്ലസ് √(x - 1) അതേപോലെ തന്നെ ബൈ ഇവിടെയും ഈ 1നെ നിങ്ങൾ 1² എന്ന് കരുതിയാൽ (x² - 1², a² - b², that is a + b into a - b, that is √(x+1) into എത്രയാണ്? x - 1. ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ that is ലിമിറ്റ് x tends to 1. ഇപ്പൊ √(x+1) x - 1, ഇവിടെ x - 1, ഇവിടെ x - 1 അല്ലേ? എല്ലാവരും നിങ്ങളിപ്പോ ഈ x - 1 എന്ന് പറഞ്ഞ ഈ ബ്രാക്കറ്റിനെ കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടിടത്തുനിന്നും √(x - 1)നെ കോമൺ എടുക്കുകയാണേ. √(x - 1), ഇവിടെ √(x - 1) ഒരാളോട് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഇയാളെങ്കിൽ പുറത്ത് വന്നു കഴിഞ്ഞാലും ബാക്കി പിന്നെ ഇയാളെ പിന്നെ അകത്തുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ടിടത്തുനിന്ന് ഞാൻ √(x - 1)നെ കോമൺ എടുക്കുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. ഇങ്ങനെ കോമൺ എടുത്താൽ ഇത് ആക്ച്വലി ഇതെന്താണ്? √(x+1) x - 1 √(x+1) into √(x - 1) എന്നാണ് അർത്ഥം. ഓക്കെ, 2 റൂട്ടാക്കി മാറ്റാം. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ കണ്ടോ? √(x+1) into √(x - 1 പ്ലസ് √(x - 1). അപ്പൊ ഇവിടെ രണ്ടിടത്ത് √(x - 1) കോമൺ എടുക്കാം. ബാക്കി ഇവിടെ ആരവശേഷിക്കുന്നു? √(x+1) പ്ലസ് ഇവിടെ നിന്നും അയാൾ തന്നെ കോമൺ വന്നാൽ ആ പ്ലേസ് 1 ബൈ ഇവിടെ അത് തന്നെയാണ് കേട്ടോ. √(x+1) into ആരാക്കി? x - 1. 2 റൂട്ടാക്കി മാറ്റി. ആ റിസൾട്ട് ഏതാ? √(a into b can be √a into √b. ഓക്കെ, ആ റിസൾട്ട് ആണ്. അന്നേരം √(x - 1) എന്തായി പോയി? മോനെ ക്യാൻസൽ ആയി. ഉണ്ടോ? അങ്ങനെ നമുക്ക് അവൻ ക്യാൻസൽ ആവാതിരുന്ന പിന്നെ പണി പറ്റത്തില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ 0/0 ആയിക്കൊണ്ടിരിക്കും. ഈ 0/0 ആക്കുന്നവൻ ഇവനായിരുന്നു. അവനെ നമ്മൾ എന്ത് ചെയ്തു? കളഞ്ഞു. ബാക്കി ഈ 2 ടേംസ് ആണ്. ഇനി നിങ്ങൾക്ക് ഈ x കാണുന്ന താഴ്ന്നു കൊടുക്കാം. ഇവിടെ 1 കൊടുക്കാം, ഇവിടെയും 1 കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് √(1 + 1 + 1 ബൈ √(1 + 1). ഓക്കെ, that is ആൻസർ വരുമ്പോൾ √(1 + 1). ആൻസർ എത്ര? √2 + 1 ഡിവൈഡഡ് ബൈ √2. ഇത്ര എഴുതിയാൽ മതി, ബാക്കിയൊന്നും ചെയ്യണ്ട. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്വസ്റ്റൻസുകളാണ്. ഇതേപോലെ നിങ്ങൾ പഠിച്ചോണം. അല്ലാതെ ചെറിയ ചോദ്യങ്ങൾ, നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്ന ചോദ്യങ്ങൾ ആ മാത്രമായിട്ടുള്ള രീതിയിൽ കൂടെ ആവരുത്. എക്സാമിന് വരുന്ന പുതിയ ക്വസ്റ്റൻസുകളും ടെക്സ്റ്റ് ബുക്കിലെ ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റൻസുകളും ഒക്കെ പഠിക്കാൻ തയ്യാറായിക്കണം. ഓക്കെ, എല്ലാവരും ഇഷ്ടമായെങ്കിൽ മീൻസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.